ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 കിലോ വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് അരിച്ചെടുക്കാം. 3 കപ്പ് മൈദ, അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഇവ നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. കേക്കിലേക്ക് ആവശ്യമായ എഗ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. 9 മുട്ട, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1 ടേബിൾ സ്പൂൺ സുർക്ക ചേർക്കുന്നത് മുട്ടയുടെ സ്മെല്ലില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം അതിലേക്ക് 3 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ഇട്ടുകൊടുത്ത് ഫസ്റ്റ് സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് പാല് ചേർത്ത് പിന്നെ ഫ്ലോർ മിക്സ് ഇട്ടുകൊടുത്ത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തെടുക്കുക. കേക്ക് ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 9 ഇഞ്ച് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം കുറച്ച് ഒഴിച്ച് അത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയറിനായിട്ട് അടുത്ത കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ കേക്കും ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഫ്രോസ്റ്റിങ്ങിന്റെ വീഡിയോസ് ഒന്നും കാണിക്കണില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ പോയി കണ്ടു നോക്കുക. ഐക്കാർഡിൽ ഞാൻ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇത് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. കേക്കിന്റെ ടോപ്പർ നമ്മൾ ക്രീം ചെയ്ത് ലെവലാക്കി കൊടുത്ത് ഇനി സൈഡിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. സൈഡിലൊക്കെ ക്രീം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റൗണ്ട് കേക്കിനെ അപേക്ഷിച്ച് സ്ക്വയർ കേക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. ഇനി നമുക്ക് കാർഡ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഫിനിഷ് ചെയ്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അറ്റം നമ്മൾ ഒരിക്കലും ഫിനിഷ് ചെയ്തെടുക്കരുത്. ആ ഒരു ഞാൻ ചെയ്യണ പോലെ അങ്ങനെ വലിച്ചെടുക്കുക. എന്നതിന് ശേഷം അടുത്ത ഭാഗവും അങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ മുകളിൽ ഒന്ന് ലെവലാക്കി ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് ഫൈനൽ കോട്ട് ചെയ്ത് കേക്ക് ബോർഡ് വൃത്തിയാക്കിയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലായിട്ട് ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. കേക്ക് ചോക്ലേറ്റ് വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞ് എന്നതിന് ശേഷം കേക്കിന്റെ മുകളിലായിട്ട് സ്റ്റാർ നോസിലെടുത്ത് റോസറ്റ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിന്റെ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തുകൊണ്ടാണ് പേര് എഴുതിയത്.
ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പർ കട്ട് ചെയ്ത് അത് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.